വനിതാ പ്രീമിയർ ലീഗിൽ റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിന് കിരീടം. ഡൽഹി ക്യാപിറ്റൽസിനെതിരെ 8 വിക്കറ്റിനാണ് RCBയുടെ ജയം. RCB ഫ്രാഞ്ചൈസിയിലെ ചരിത്രത്തിലെ ആദ്യ കിരീടമാണിത്. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഇന്ദുലേഖ ചേരുകയാണ്. ഇന്ദു, RCBയെ സംബന്ധിച്ചിടത്തോളം അഭിമാന നിമിഷമാണ്. അവരുടെ തന്നെ ചരിത്രത്തിലെ ആദ്യ കിരീടം കൂടിയാണ്. മത്സരത്തിന്റെ വിശദാംശങ്ങൾ എങ്ങനെ? അതെ അഞ്ജന, പറഞ്ഞതുപോലെ തന്നെ RCBയെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ ഒരു നിമിഷം തന്നെയാണിത്. വനിതാ പ്രീമിയർ ലീഗിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ്. 8 വിക്കറ്റിനാണ് അവരുടെ ജയം. ഡൽഹി ക്യാപിറ്റൽസിനെയാണ് ഇവർ ഫൈനലിൽ തോൽപ്പിച്ചത്. അതുപോലെ തന്നെ ഡൽഹി ക്യാപിറ്റൽസ് ഉയർത്തിയ 114 എന്ന വിജയലക്ഷ്യം 20-ാം ഓവറിൽ 3 പന്ത് ശേഷിക്കെ 2 വിക്കറ്റ് നഷ്ടത്തിലാണ് RCB മറികടന്നത്. RCBയുടെ ഫ്രാഞ്ചൈസിയുടെ ചരിത്രത്തിലെ ആദ്യ കിരീടമാണിത്. അതുകൊണ്ട് തന്നെ ഏറെ അഭിമാനത്തോടു കൂടി അവർക്ക് പറയാൻ അല്ലെങ്കിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു നിമിഷം തന്നെയായിരിക്കും ഇത്. സ്മൃതി മന്ദാനയ്ക്കും ടീമിനും ഏറ്റവും ഇന്ത്യക്ക് അല്ലെങ്കിൽ അവരുടെ ടീമിന് തന്നെ ഏറ്റവും അഭിമാനത്തോട് തന്നെ അവർക്ക് തല ഉയർത്തി നിൽക്കാൻ പറ്റുന്ന ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു അവസരം എന്ന് തന്നെ ഇതിന് നമുക്ക് പറയാൻ പറ്റും. ഓപ്പണർമാരായിട്ടുള്ള സ്മൃതി മന്ദാനയും സോഫി ഡിവൈനും നല്ലൊരു തുടക്കം തന്നെയാണ് ടീമിന് നൽകിയിരുന്നത്. അതുപോലെ ഓപ്പണിംഗ് വിക്കറ്റിൽ തന്നെ അവർ 49 റൺസ് നേടിയെടുക്കുകയാണ് ഉണ്ടായത്. മലയാളി താരം മിന്നുമണിയാണ് സ്മൃതി മന്ദാനനെ പുറത്താക്കിയത്. അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട് ഇന്ന് നടന്ന കളിയിൽ. എന്തൊക്കെ പറഞ്ഞാലും ഇന്നത്തെ കളി ഏറ്റവും മികച്ച രീതിയിൽ തന്നെ പോയെന്ന് പറയാം. കാരണം രണ്ട് ടീമും ഒരു കന്നി ജയത്തിലേക്ക് അല്ലെങ്കിൽ ഒരു അന്തിമമായിട്ടുള്ള ഒരു കന്നി ജയം സ്വപ്നം കണ്ടുകൊണ്ട് ഇറങ്ങിയതാണ്. എന്തായാലും ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ് കിരീടം സ്വന്തമാക്കിയിരിക്കുന്നത്. ഭാഗ്യം ഇന്ന് അവർക്കൊപ്പമായിരുന്നു. ഏറ്റവും നന്നായി കളിച്ച് തന്നെയാണ് അവർ ഈ കിരീടം നേടിയതെന്ന് നമുക്ക് പറയാം. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ സ്വന്തമാക്കിയിരിക്കുകയാണ്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഇന്ദുലേഖ നൽകിയത്.